വിശദമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടി. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ 16-ന്. നേരത്തെ ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത്. ഫോമുകൾ തിരികെ ഡിസംബർ 11 വരെ തിരികെ നൽകാം. നേരത്തെ ഡിസംബർ 4-ന് പൂരിപ്പിച്ച ഫോമുകൾ തിരികെ നൽകണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി 14-ന്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടിയിരിക്കുന്നു. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ 16-നാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സമയപരിധി നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. BLOമാരെ സംബന്ധിച്ച് വലിയ രീതിയിൽ ആശ്വാസം തരുന്നത് തന്നെയാണ്. കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സമയപരിധിയാണ് നീട്ടിയത്. അതായത് രണ്ടാം ഘട്ടത്തിലാണ് ഇത്തരത്തിൽ 12 സംസ്ഥാനങ്ങളും ഒപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം ഉള്ള SIR നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം SIR നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ സമയതീയതി മാറ്റിയിരിക്കുന്നത്. ഡിസംബർ 16-നായിരിക്കും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14-നായിരിക്കും പുറത്തിറക്കുക. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന് തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ MLA, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, അതുപോലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മുസ്ലിം ലീഗും അതുപോലെ കോൺഗ്രസും ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ ഈ സമയപരിധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇത്തരത്തിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ സമയപരിധി നീട്ടിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ BLOമാരെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. വോട്ടർമാർക്കും അതായത് BLOമാർക്ക് ഫോം പൂരിപ്പിച്ച് നൽകാനുള്ള സമയപരിധി നീട്ടിയത് വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ടാർജറ്റും കാര്യങ്ങളുമൊക്കെ. അതായത് ഈ ഒരു ജില്ലാ കളക്ടർ BLOയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം, അതിൻ്റെ ഓഡിയോ ക്ലിപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഈ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ SIRമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയപരിധി നീട്ടിയത് വലിയ ആശ്വാസകരമാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഫോം വിതരണം പൂർത്തിയാക്കി കരട് പുറത്തിറക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ BLOമാർ മറ്റു തിരക്കിലൊക്കെ ഉണ്ടായിരിക്കും. അതിനിടയിൽ ഈ SIRമായി ബന്ധപ്പെട്ടുള്ള ഫോമുകൾ വിതരണം ചെയ്യുന്നത് BLOമാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സമയപരിധി നീട്ടുന്നത് വലിയ രീതിയിൽ ആശ്വാസം ഉണ്ടാകുന്നതാണ് BLOമാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഡിസംബർ 4-നുള്ളിൽ ഫോം വിതരണം പൂർത്തിയാക്കണമെന്നും ഡിസംബർ 9-ന് കരട് പട്ടിക പുറത്തിറക്കണമെന്നും അന്തിമ പട്ടിക ഫെബ്രുവരി 7-ന് പുറത്തിറക്കണമെന്നുമായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം എന്ന് പറയുന്നത്. വോട്ടെടുപ്പും കരട് പട്ടിക പ്രസിദ്ധീകരണവും ഒരേ ദിവസം വരുന്നതിലെ ആശങ്കയും രാഷ്ട്രീയ പാർട്ടികൾ ഈ യോഗത്തിൽ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സമയം നീട്ടിയതോടെ ഒരാഴ്ചയിൽ കൂടുതലായി നടപടികൾക്ക് സമയം ലഭിക്കുമെന്ന ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. ഏതായാലും ഈ കേസ് ഇപ്പോൾ ഈ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. SIR നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി. ഏതായാലും ഈ ഹർജി ഇപ്പോൾ അടുത്ത ദിവസം ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സമയപരിധി നീട്ടിയതായിരിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും ഈ സുപ്രീം കോടതിയെ അറിയിക്കുക. ഏതായാലും വലിയൊരു ആശ്വാസമായി തന്നെയാണ് BLOമാരെ സംബന്ധിച്ചും വോട്ടർമാരെ സംബന്ധിച്ചും ഒക്കെ വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു തീരുമാനം. വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം ഊർജിതം. ഗർഭചിത്രം നടത്തിയത് 2 മാസത്തിനു ശേഷമെന്ന് യുവതിയുടെ മൊഴി. യുവതിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെയും മൊഴിയെടുക്കും. അതേസമയം രാഹുലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കി. ജില്ലയിലെ ഉദ്യോഗസ്ഥരുമായി SIT ചർച്ച നടത്തി. ഒളിവിലുള്ള മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനും നീക്കം ഊർജിതമാക്കി. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു.
ഫൈസൽ, ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഗർഭചിത്രം നടത്തിയത് 2 മാസത്തിനു ശേഷമെന്നാണ് യുവതിയുടെ മൊഴി. കൂടുതൽ മൊഴികളും രേഖപ്പെടുത്തും. ഒളിവിലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനും നീക്കമുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് പോലീസ്. അതിനുവേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ ഇപ്പോൾ അതിന്റെ ഭാഗമായി പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും പാലക്കാട് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെ പരിശോധന പൂർത്തിയാക്കിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. അതിനുശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ഈ SIT പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായി ചർച്ച നടത്തിയെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് SIT. ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു നിഗമനത്തിൽ എന്നൊരു കാര്യമാണ് പുറത്തു വരുന്നത്. ഏതായാലും ഗർഭചിത്രം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, ഗർഭചിത്രം നടത്തിയത് 2 മാസത്തിന് ശേഷമാണെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. അതായത് യുവതിയെ ഒരു അപകട നിലയിലാക്കുന്ന രീതിയിലുള്ള ഒരു ഗുളികയാണ് യുവതിക്ക് നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ കുറ്റകൃത്യമായി കൊണ്ട് തന്നെയാണ് പോലീസ് കാണുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് മൊഴിയിൽ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ട് ശബരിമല സ്വർണ്ണ കവർച്ച തിരഞ്ഞെടുപ്പ് അജണ്ടയിൽ നിന്ന് മാറ്റാമെന്ന് വിചാരിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദൈവത്തിന്റെ സ്വർണമാണ് അടിച്ചു മാറ്റിയത്. പാർട്ടി നേതൃത്വത്തിന് അതിൽ പങ്കുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിൽ നിന്ന് മാറ്റാമെന്ന് ആരും വിചാരിക്കണ്ട. മനസ്സിലായോ? ആരും വിചാരിക്കണ്ട, അത് മാറ്റാമെന്ന് വിചാരിക്കണ്ട. അത്ര വലിയ കൊള്ളയാണ്. ദൈവത്തിന്റെ സ്വർണമാണ് അടിച്ചു മാറ്റിയത്. അതിന് പാർട്ടി കുടപിടിച്ചു കൊടുക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിന് അതിൽ പങ്കുണ്ട്. അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇതൊരു 10 പ്രാവശ്യം ചോദിച്ചാലൊന്നും കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ പാർട്ടി നടപടിയെടുത്തത് ഒറ്റക്കെട്ടായെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർട്ടിയിൽ 2 അഭിപ്രായമില്ല. വിഷയത്തിൽ നിന്നും ഒളിച്ചോടിയിട്ടില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഉത്തരവാദപ്പെട്ട എല്ലാ നേതാക്കന്മാരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് പറയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഈ ഒരു വിഷയം മാത്രമാണോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്? ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ, ഒളിച്ചോടിയിട്ടില്ലല്ലോ. ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല. ഞങ്ങളെ കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. മറ്റേതൊരു പാർട്ടിയെക്കാളും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കടുപ്പിച്ച് K മുരളീധരൻ. മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് ഇറങ്ങണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിലുള്ള MLA-മാർ എല്ലാവരും ഇപ്പോൾ ഫീൽഡിലുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ MLA-മാർ ആരെങ്കിലും ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. സസ്പെൻഷനിലുള്ള ഏതാളുടെ നടപടിക്കും പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല. ഉദിച്ചുയരേണ്ട താരങ്ങൾ ഉദിച്ചുയരും, അല്ലാത്തത് അസ്തമിക്കും. വീക്ഷണത്തോട് വിശദീകരണം ചോദിക്കില്ല. പാർട്ടി പത്രത്തിനും പത്രസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടെന്നും K മുരളീധരൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നേരത്തെ നടപടിയെടുത്തതാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഈ വിഷയത്തിൽ ഘടകകക്ഷികൾ നിത്യേന കൂടുതൽ പറയേണ്ടതില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. കോൺഗ്രസ് നടപടിയെടുത്താൽ പിന്നെ അത് സംബന്ധിച്ചുള്ള വിശദീകരണം ഒക്കെ പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. അത് സംബന്ധിച്ച് ഒരു ഫുൾ സ്റ്റോപ്പ് കോൺഗ്രസ് ഇട്ട് കഴിഞ്ഞതാണ്. കൂടുതൽ കമൻറ്റ് മറ്റൊരു ഘടകകക്ഷിയുടെ പ്രതിനിധിയിൽ നിന്ന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനതിൽ കൂടുതൽ പ്രതികരിക്കുന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തതോടെ കോൺഗ്രസും വെട്ടിലായിരിക്കുകയാണ്. ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സംസാരിക്കുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതം എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും മറുപടി നൽകാൻ നന്നായി വിയർക്കുകയാണ് നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതോടെ താൽക്കാലികമായിട്ടെങ്കിലും കോൺഗ്രസും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മാങ്കൂട്ടത്തിനെ രക്ഷിക്കാനല്ല, പക്ഷേ ഇവിടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള
വലിയ തരത്തിലെ മലക്കം മറിച്ചിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എല്ലാ വകുപ്പുകളും ജാമ്യം കിട്ടാത്തതാണ്. കാരണം ഏകദേശം 5ഓളം വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രത്യേക പോലീസ് സംഘം ചുമത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അന്വേഷണങ്ങൾ പോലീസ് പല ഭാഗങ്ങളിലായി ആരംഭിച്ചിരിക്കുന്നു. ലുക്ക് ഔട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ളവ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അവരുടെ പാർട്ടി പത്രം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. പാപം ചെയ്യാത്തവർ കല്ലെറിയപ്പെടട്ടെ എന്ന തലക്കെട്ടിലായിരുന്നു അവരുടെ മുഖപ്രസംഗം പോലും. ഇവിടെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. കഴുത്തുവരെ മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇപ്പോൾ ഒരു ചെറിയ ചാണകത്തുള്ളി ദേഹത്ത് തെറിച്ചു വീണ കോൺഗ്രസ് പാർട്ടിയെ വലിയ തരത്തിൽ ആക്ഷേപിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ടത് എന്തായാലും കോൺഗ്രസ് ചെറുതായെങ്കിലും ഒന്ന് സമ്മതിക്കുന്നുണ്ട്. ഒരു ചെറിയ ചാണകത്തുള്ളിയെങ്കിലും ദേഹത്ത് തെറിച്ചു വീണ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു എന്നുള്ളത് സമ്മതിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അവരുടെ നേതാക്കന്മാരിൽ ചിലർ വലിയ തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നും. പ്രത്യേകിച്ചും രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ വലിയ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വാക്കുകൾ കൊണ്ട് ശകാരിക്കുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം KPCC പ്രസിഡന്റ് സാധാരണഗതിയിൽ മിതഭാഷയാണ്, സൗമ്യനാണ്. ഒപ്പം ഭാഷ ഉപയോഗിക്കുന്നതും സൗമ്യമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ആ ഭാഷയിൽ തന്നെ അദ്ദേഹവും പറയുന്നുണ്ട് എന്തായാലും പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്ന ഏത് തരത്തിലെ കേസായാലും അത് പാർട്ടിയെ ബാധിക്കില്ല എന്ന് നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. കാരണം നടപടി പൂർത്തിയാക്കിയതുകൊണ്ടും 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ടും തെറ്റുകാരനാണെന്ന് പാർട്ടി തന്നെ സമ്മതിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പാർട്ടിയെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും മുഖപ്രസംഗം വായിച്ച ആളുകൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടിയും രസകരമായിരുന്നു. ഈ മുഖപ്രസംഗം എഴുതിയ ആളിനോട് പോയി ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മുഖപ്രസംഗത്തെ പോലും പ്രതിപക്ഷ നേതാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള സൂചനകളാണ്. കാരണം അങ്ങനെ തന്നെ നമുക്കും പറയാൻ കഴിയും. കാരണം മുഖപ്രസംഗത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയപ്പെടട്ടെ എന്ന്. ആ തലവാചകത്തിൽ തന്നെയാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ അത് പ്രതിപക്ഷ നേതാവിനെയും വല്ലാതെ ചൊടിപ്പിച്ച് കാണും. അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് വീക്ഷണം പത്രത്തിൻ്റെ മുഖപ്രസംഗത്തെ പോലും തള്ളിപ്പറയുന്ന തരത്തിൽ മറുപടി നൽകിയത്. എന്തായാലും കോൺഗ്രസിലെ നേതാക്കന്മാർ ഒന്നല്ല ഒത്തിരി ആളുകൾ വലിയ തരത്തിൽ ഈ പ്രതിസന്ധി ധർണം ചെയ്യുന്നതിന് വേണ്ടി നന്നായി പണിയെടുക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പാണ്. താഴെത്തട്ടിലുള്ള ആളുകൾക്കിടയിലേക്ക് ഇത് വലിയ ചർച്ചയായി മാറും. പ്രത്യേകിച്ചും ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അത് ചെറിയ കുറ്റമല്ല, വലിയ കുറ്റമാണ്. ഭ്രൂണഹത്യയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ സാധാരണ സ്ത്രീകളിലേക്ക്, അതായത് വോട്ടർമാരിൽ നല്ലൊരു ശതമാനം കോൺഗ്രസിനെ സഹായിക്കുന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അവരെ സ്വാധീനിക്കും. അത് ചെറുതല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിന് എങ്ങനെയെങ്കിലും ഇതിനെ മറികടന്നേ മതിയാവുകയുള്ളൂ. അത്തരത്തിൽ മറികടക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ് കോൺഗ്രസ്. ഒരു പക്ഷേ കോടതികളിലേക്കൊക്കെ എത്തപ്പെടാം. അത് തിങ്കളാഴ്ച ഈ കേസ് ബന്ധപ്പെട്ട ജാമ്യം പരിഗണനയ്ക്ക് വരികയാണ്. മാത്രവുമല്ല വരും ദിവസങ്ങളിൽ അത് ഹൈക്കോടതിയിൽ വരെ പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. എങ്കിൽ പോലും ഇതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് എത്താൻ പോകുന്നത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് എത്താൻ പോകുന്നത്. അവിടെയും സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന വിവാദ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൽക്കാലം കോൺഗ്രസ് വലിയ തരത്തിൽ വിവാദം ഉയർത്തിപ്പിടിക്കുകയാണ്. കാരണം അറസ്റ്റുകൾ പത്മകുമാറിൽ അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ള അറസ്റ്റ് ആരിലേക്ക് എന്നൊരു വ്യക്തത പ്രത്യേക അന്വേഷണ സംഘം നൽകുന്നില്ല. അവരും ഏകദേശം ഒരു മങ്ങിയ തലത്തിലുള്ള അന്വേഷണം CPI-Mനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. അങ്ങനെ പ്രത്യക്ഷത്തിൽ ഇരു പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോഴും ജനം ഇതിൽ ശരിയായൊരു തീരുമാനമെടുക്കുവാൻ അവർക്കിനി ഏകദേശം ഒരാഴ്ചയിലധികം സമയമുണ്ട്. ജനം കൃത്യമായൊരു തീരുമാനമെടുക്കപ്പെടും എന്നൊരു പ്രതീക്ഷ ഇരു പാർട്ടികൾക്കുമുണ്ട്. എന്തായാലും ഈ പ്രതീക്ഷകൾ രണ്ടുപേർക്കും അസ്തമിക്കാതിരിക്കട്ടെ എന്ന് നമുക്കും പറയാം. കോഴിക്കോട് വടകരയിൽ കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ വടകര DYSP A ഉമേഷിനെ സസ്പെൻഡ് ചെയ്തു. ഉമേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര കുറ്റകൃത്യമാണെന്നും പോലീസ് എന്ന പദവി ദുരുപയോഗം ചെയ്തുവെന്നും റിപ്പോർട്ടിൽ.
കോഴിക്കോട് വടകരയിൽ കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ വടകര ഡിവൈഎസ്പി ഉമേഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഉമേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര കുറ്റകൃത്യമാണെന്നും പോലീസ് എന്ന പദവി ദുരുപയോഗം ചെയ്തുവെന്നുമാണ് റിപ്പോർട്ട് പറയുന്നത്. കോഴിക്കോട് വടകരയിലാണ് കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ വടകര ഡിവൈഎസ്പി ഉമേഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വാർത്തകളിലേക്ക് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? അൺഹെൽത്തി ആയ സ്കാൽപ്പ് പെയിൻ വളരാനും മറ്റ് ഇറിറ്റേഷൻസിനും വഴിയൊരുക്കുന്നു. നിങ്ങൾ എല്ലാവരും ലൈസ്കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപയോഗിക്കൂ അമൃതവേണി ലൈസ്കിറ്റ്. പെട്ര പ്രീമിയം സ്റ്റീൽ ഡോസ് എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ മൾട്ടി ലോക്കിംഗ് സിസ്റ്റത്തോടുകൂടിയ UV പ്രൊട്ടക്റ്റഡ് ഗാൽവനൈസ്ഡ് അയൺ ഡോസ്. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര നിങ്ങളുടെ വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും എഫിഷ്യൻസി, പ്രൊഫഷണലിസം മറ്റേ ഒരാൾക്കും നൽകാനാവില്ല. 19 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഹെയറോക്രാഫ്റ്റ് ഇന്ന് 23 ബ്രാഞ്ചസ് ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ പ്രവർത്തിക്കുകയാണ്. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. സഫൈ 7 ഫ്ലോർ ടൈൽ ഗാർഡ്, ഇന്റർലോക്കുകൾക്ക് നല്ല തറവാടി കോട്ടിംഗ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. അമൃതവേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. My G Future. Experience the next. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. വാർത്തകൾ തുടരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി തേടിയത് ദേവസ്വം ബോർഡെന്ന് മൊഴി നൽകി. അതിന് അനുമതി നൽകുക മാത്രമാണ് താൻ ചെയ്തതെന്നും തന്ത്രി മൊഴി നൽകി. പ്രായോജകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ടെന്നും കണ്ഠര് മഹേഷ് മോഹനർ മൊഴി നൽകി. ഇടുക്കി ആനച്ചാലെ സ്കൈ ഡൈനിങ്ങിന് അനുമതിയില്ലെന്ന് റിപ്പോർട്ട് നൽകി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ. ചട്ടം ലംഘിച്ചാണ് പ്രവർത്തനം നടത്തിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് 120 അടിയിലേറെ ഉയരത്തിൽ 2 കുഞ്ഞുങ്ങളടക്കം 5 പേർ കുടുങ്ങിക്കിടന്നത്. ക്രെയിനിന്റെ സാങ്കേതിക തകരാർ മൂലമാണ് ഇവർ കുടുങ്ങിയത്. കുട്ടികളെയാണ് ആദ്യം താഴെ ഇറക്കിയത്. 2.5 വയസ്സുള്ള കുട്ടിയും സംഘത്തിലുണ്ടായിരുന്നു. ജീവനക്കാരിയായ ഹരിപ്രിയയും ഇവർക്കൊപ്പം കുടുങ്ങിയിരുന്നു. ആകാശത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനായി അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി അടുത്തിടെ തുടങ്ങിയതാണിത്. 150 അടി ഉയരത്തിലാണ് ആകാശത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പദ്ധതി. ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡിൽ 3 പേർ അറസ്റ്റിൽ. ഹൽദവാനിയിൽ നിന്നാണ് 3 പേരെ പിടികൂടിയത്. ഇതിൽ ഒരു മതപണ്ഡിതനും ഉൾപ്പെടുന്നു. ബിലാലി പള്ളിയിലെ ഇമാം മുഹമ്മദ് ആസിഫ്, ഇയാളുടെ 2 സഹായികൾ എന്നിവരാണ് പിടിയിലായത്. സ്ഫോടനം നടത്തിയ ഉമർ നബിയുടെ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയത്. ഉമർ നബിയുമായി ഇമാം മുഹമ്മദ് ആസിഫ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തി. ഇനി ശബരിമല വാർത്തകളിലേക്കാണ് ശരണമന്ത്രം.
ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. അയ്യനെ വണങ്ങാനെത്തുന്ന ഭക്തർക്ക് സന്നിധാനം പോലെ പ്രിയപ്പെട്ടതാണ് പമ്പയും പമ്പ ഗണപതി ക്ഷേത്രവും. ഗണപതി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് കെട്ടുനിറയ്ക്കാനും വിരിവെക്കാനും തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് പമ്പയിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 30,000 പേർക്ക് വിശ്രമിക്കാവുന്ന ജർമ്മൻ പന്തൽ പമ്പ മണപ്പുറത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. തിരക്ക് ക്രമാതീതമായാൽ നിയന്ത്രണത്തിനായി ഗണപതി ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും പ്രത്യേക സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ഗണപതി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്തുന്നതിനൊപ്പം കെട്ടുനിറക്കാനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പമ്പാ ഗണപതിയെ ശരണമയ്യപ്പ. ഇവിടെ മുൻ വർഷത്തിൽ നിന്നും കൂടുതലായി എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിചാരിതമായ ഭക്തജന തിരക്ക് കൂടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ സഹായത്തിനായുള്ള ക്രമീകരണങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കെട്ട് നിറയ്ക്കാനുള്ള ഭക്തജനങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നവർക്ക് സാധനപരമായ രസീതായി കെട്ട് നിറയ്ക്കാനുള്ള സംവിധാനവും 300 രൂപ ദേവസ്വത്തിൽ അടച്ച് കെട്ടുനിറയുടെ സാധനങ്ങൾ മൊത്തം ദേവസ്വത്തിൽ നിന്ന് തന്നെ നൽകി കെട്ടുനിറയ്ക്കാനുള്ള സംവിധാനം 24 മണിക്കൂറും സജ്ജമാക്കിയിട്ടുണ്ട്. പമ്പയിൽ നീരൊഴുക്ക് കുറയുന്ന സാഹചര്യത്തിൽ കുന്നാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നത് പമ്പ സ്നാനം ചെയ്യുന്നവർക്ക് ആശ്വാസമാകുന്നുണ്ട്. ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെയും സ്പോട്ട് ബുക്കിംഗിലൂടെയും എത്തുന്നവർക്ക് തിരക്കില്ലാതെ ദർശനം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പുതിയ കേസ്. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് കേസെടുത്തത്. ഇഡി നിർദ്ദേശപ്രകാരം ഒക്ടോബർ 3-നാണ് കേസെടുത്തത്. AJL കമ്പനി ഏറ്റെടുത്തതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണം. രാഹുലിനും സോണിയയ്ക്കുമൊപ്പം മറ്റ് 3 കമ്പനികൾക്കുമെതിരെയും ഇഡി കേസെടുത്തിട്ടുണ്ട്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,900 രൂപ, പവൻ 95,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,845 രൂപ, പവൻ 78,760 രൂപ. വെള്ളി ഗ്രാമിന് 183 രൂപ, കിലോ 1,83,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. കാസർഗോഡ് മാങ്ങാട് പാത്രം വിൽക്കാനെത്തിയ നാടോടി സ്ത്രീകൾ AC മോഷ്ടിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതികളെ പിടികൂടി. ആളൊഴിഞ്ഞ വീട്ടിൽ അഴിച്ചുവെച്ച AC നാടോടി സംഘം കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു.
കാസർഗോഡാണ് ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നത്. കാസർഗോഡ് മാങ്ങാട് പാത്രം വിൽക്കാനെത്തിയ നാടോടി സ്ത്രീകളാണ് AC മോഷ്ടിച്ചിരിക്കുന്നത്. AC മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. ആളൊഴിഞ്ഞ വീട്ടിൽ അഴിച്ചുവെച്ച AC-യാണ് നാടോടി സംഘം കടത്തിക്കൊണ്ടുപോയത്. കാസർഗോഡാണ് നാടോടി സ്ത്രീകൾ AC മോഷ്ടിച്ചിരിക്കുന്നത്. പകൽ സമയത്താണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിരിക്കുന്നത്. നാടോടി സ്ത്രീകളാണ് ഇത്തരത്തിൽ അഴിച്ചുവെച്ച AC മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. CCTV ദൃശ്യങ്ങളും ലഭ്യമാണ്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. ആളൊഴിഞ്ഞ വീട്ടിൽ അഴിച്ചുവെച്ച AC-യാണ് നാടോടി സംഘം കടത്തിക്കൊണ്ടുപോയത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. നോക്കാം തദ്ദേശപ്പോര്. ഓരോ തെരഞ്ഞെടുപ്പിലും പുതിയ പ്രചാരണ തന്ത്രങ്ങൾ കൂടി മത്സരരംഗത്തെത്താറുണ്ട്. എന്നാൽ ഇക്കുറി തിരുവനന്തപുരം ചിറയൻകീഴ് പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥി വോട്ട് തേടുന്നത് ഒരു വിന്റേജ് വഴിയിലാണ്. തപാൽ കാർഡുകളിലൂടെയുള്ള ഈ വേറിട്ട പ്രചരണ രീതി ആളുകൾക്കിടയിൽ ശ്രദ്ധ നേടുകയാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ സ്ഥാനാർത്ഥികൾ പുതിയ മാർഗങ്ങൾ തേടുമ്പോൾ ചിറയൻകീഴ് പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥി സിന്ധു വോട്ട് അഭ്യർത്ഥിക്കാൻ ഇത്തവണ തെരഞ്ഞെടുത്തത് തപാൽ കാർഡുകളാണ്. തപാൽ കാർഡുകളിൽ സ്വന്തം കൈപ്പടയിൽ വോട്ട് അഭ്യർത്ഥന എഴുതി ഓരോ വീട്ടിലേക്കും അയക്കുകയാണ് സിന്ധു. വാർഡിലെ 400-ലധികം വോട്ടർമാർക്കാണ് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥന എഴുതിയ തപാൽ കാർഡുകൾ അയച്ചത്. കാർഡിൽ വോട്ട് അഭ്യർത്ഥന കൂടാതെ ക്രിസ്മസ് പുതുവത്സരാശംസകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാധുനിക ഡിജിറ്റൽ പ്രചാരണ തന്ത്രങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വിന്റേജ് രീതി തിരഞ്ഞെടുത്തത് വോട്ടർമാർക്കിടയിലും ഏറെ ചർച്ചയായിട്ടുണ്ട്. എൻ്റെ സഹോദരനാണ് ഇപ്പോൾ വേറിട്ട ഒരു പ്രചരണ രീതി നമുക്ക് കാട്ടിത്തന്നത്. എന്തെന്ന് വെച്ചാൽ എല്ലായിടത്തും വാട്സപ്പിലും മൊബൈലിലും പിന്നെ നമ്മൾ വീടാന്തോറും ഇറങ്ങുന്നതിലുപരി നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിലോട്ട് പോവുകയാണ്. ആ ഒരു വോട്ടഭ്യർത്ഥനയിൽ എല്ലാവരും എന്നെ പരിഗണിക്കും, എന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും. വാർഡ് 17-ൽ ശക്തമായ മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. തപാൽ കാർഡ് അടക്കമുള്ള ശക്തമായ പ്രചരണ തന്ത്രങ്ങൾ വിജയത്തിലേക്കുള്ള വഴിയൊരുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സിന്ധു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. വർഷങ്ങളായി തിരഞ്ഞെടുപ്പ് കാലത്ത് ചുവരെഴുത്തും വരയും കൊണ്ട് സ്ഥാനാർത്ഥികൾക്കായി ഉറക്കമൊഴിച്ച മനോജ് എന്ന കലാകാരൻ ഇന്നിപ്പോൾ വിശ്രമത്തിലാണ്. പഴയതുപോലെ തിരഞ്ഞെടുപ്പ് കാലങ്ങളിലെ ജോലിയും തിരക്കും മനോജിനെ തേടി എത്തുന്നില്ല. പക്ഷേ വിധി തളർത്തിയ അവശതയിലും വീൽ ചെയറിലിരുന്ന് തന്റെ പ്രിയപ്പെട്ട ഒരാൾക്കായി അയാൾ തിരഞ്ഞെടുപ്പ് പോസ്റ്റർ എഴുതുകയാണ്. കലാജീവിതത്തിലെ അവസാനത്തെ എഴുത്താണിതെന്ന് മനോജ് പറയുന്നു. എൻ്റെ പേര് മനോജ് കുമാർ. ഞാൻ ട്രിവാൻഡ്രത്ത് മുട്ടംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. ഒരു 18 വയസ്സ് മുതൽ ഞാൻ ഈ ആർട്ട് ഫീൽഡിലായിരുന്നു, ആർട്ടിസ്റ്റായിരുന്നു. ഇപ്പോൾ 55 പോകുന്നു. 37 വർഷം കൊണ്ട് ഞാൻ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 4 വർഷം കൊണ്ട് എനിക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അതായത് എണീറ്റ് നിന്ന് വരയ്ക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ കൈക്കും കാലിനും സ്ട്രെങ്ത് പോയി. ഇപ്പോൾ കൈക്കും നോർമലി സ്ട്രെങ്ത് ആയിട്ട് വരെയാണ്. പക്ഷെ എന്താണെന്നുള്ളത് ഇന്ന് വരെ ഒരു ഡോക്ടേഴ്സും കണ്ടുപിടിച്ചിട്ടില്ല അസുഖം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്.
ലാലി എന്ന അവൻ്റെ ഭാര്യ അരിവാൾ ചുറ്റുവട്ടത്തിൽ നിന്നും മത്സരിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ അവസാനമായിട്ട് ഈ ചുവരെടുത്ത് എഴുതുന്നത്. ഇതുവരെ കുറച്ച് ഫോട്ടോ ഒട്ടിക്കണം, ഒരു കുറേ ഡിഗ്രി ഒട്ടിക്കണം. കുഴപ്പമില്ല, എന്നാലും അതുണ്ട്. സമയമാകുമ്പോൾ തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇലക്ഷനിൽ നിന്നപ്പോൾ എനിക്ക് വേണ്ടി ഒരു ചുമരെഴുതാൻ പോലും കഴിയാതെ എനിക്കതിൽ വളരെ വിഷമമുണ്ട്. ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രഷ് പിടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ബോർഡെങ്കിലും എഴുതണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അത് സാധിക്കുകയും ചെയ്തു. ചിലർ അങ്ങനെയാണ്. തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന വിധിക്കുമേലെ വർണ്ണങ്ങൾ ചാലിച്ച് ജീവിതം തിരിച്ചു പിടിക്കും, കൂടുതൽ മനോഹരമാക്കും. ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി മൂന്നാറിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൂന്നാർ ഡിവിഷനിലും മത്സരം ആവേശകരമാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇത്തവണ UDF-ന്റെ സിറ്റിംഗ് സീറ്റ് തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി റീന മുത്തുകുമാർ. கண்டிப்பான முறையில் நான் ஜெயிப்பேன் அப்படிங்கிற ஒரு நம்பிக்கை எனக்கு இப்போ போன இடங்களை பார்க்கும்போது இந்த பிள்ளை செய்யும் அப்படின்ற நம்பிக்கையில் என்ன சப்போர்ட் பண்ணி என்னோட பின்னாடி நிறைய பேர் நிற்கிறாங்க. அவங்களோட நம்பிக்கையை கண்டிப்பான முறையில் நிறைவேற்றுவேன்ற நம்பிக்கை எனக்கு இருக்குது. செய்வேன், கண்டிப்பான முறையில் செய்வேன். ഇത്തവണ മൂന്നാർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൂന്നാർ ബ്ലോക്ക് ഡിവിഷനിലും കടുത്ത മത്സരമാണ് അരങ്ങേറുന്നത്. ഇത്തവണ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷനിൽ മത്സരിക്കുന്നത് LDF-ന്റെ സ്ഥാനാർത്ഥി റീന മുത്തുകുമാറാണ്. അങ്ങനെയുണ്ട് ഈ UDF-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുമോ? ഷുവറായിട്ട് പിടിച്ചെടുക്കും. ഞാൻ റീന മുത്തുകുമാർ, മൂന്നാർ ബ്ലോക്കിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ഞാൻ ஏற்கனவே இக்காநகரில் மெம்பராக இருந்தேன் 5 வருஷம். 5 வருஷத்தில் நிறைய விகசனங்கள், வீடு, லைஃப் மிஷனில் வீடு, லேண்டு, லேப்டாப்பு, வீடு மெயின்டெனன்ஸு, பென்ஷன், ரோடு, குடிதண்ணி, இந்த மாதிரி நிறைய விஷயங்கள் பண்ணனால பார்ட்டி எனக்கு வந்துட்டு ப்ளோக்கில் மூணார் ப்ளோக்குக்கு எனக்கு பார்ட்டி சீட்டு கொடுத்துருக்காங்க. என்னை நம்பி கொடுத்துருக்க சீட்டில் நான் வந்துட்டு நிறையா விஷயங்கள், நான் இப்போ பார்வதி டிவிஷன், ஆனமுடி, பெரியவரை இங்கே எல்லாம் போயிட்டு வந்ததில், காலனி பகுதிகளில் போயிட்டு வந்ததில் பேசிக்கான அங்கே உள்ள அடிப்படை அந்த பேசிக் விஷயங்கள்னா குடிதண்ணி, நடபாதை, ரோடு, ட்ரைனேஜி எல்லாம் போய் கிடக்கு எங்கள் காலனி பாகங்களில். அதுக்காக வேண்டியே நான் அதுக்காக வேண்டிதான் இந்த சீட்டில் நான் மത്സരിக்கிறதுக்கு ஒத்துக்கிட்டேன். ஏன்னு கேட்டால் நம்ம பஞ்சாயத்தில் கொஞ்சமான ஃபண்டில் நிறைய விஷயங்கள் பண்ண முடிஞ்ச நம்மளால் ப்ளோக் பஞ்சாயத்தில் வந்துட்டு கூடுதல் ஃபண்டு வரும். அப்போ நம்மளால் எல்லா விஷயங்களும் செய்ய முடியும்ன்ற நம்பிக்கையில் தான் இந்த சீட்டில் போட்டியிடுறேன். ഏതായാലും വാർഡിൽ മത്സരിച്ച് ജയിച്ചു. അതോടൊപ്പം തന്നെ പാർട്ടി ഒരു വലിയ ദൗത്യം ലഭിച്ചു, ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ. അപ്പോൾ പേടി വല്ലതും ഉണ്ടോ? இல்லை, பயம்லாம் போயிடுச்சு. கண்டிப்பான முறையில் நான் ஜெயிப்பேன் அப்படிங்கிற ஒரு நம்பிக்கை எனக்கு இப்போ போன இடங்களை பார்க்கும்போது இந்த பிள்ளை செய்யும் அப்படின்ற நம்பிக்கையில் என்ன சப்போர்ட் பண்ணி என்னோட பின்னாடி நிறைய பேர் நிற்கிறாங்க. அவங்களோட நம்பிக்கையை கண்டிப்பான முறையில் நிறைவேற்றுவேன்ற நம்பிக்கை எனக்கு இருக்குது. செய்வேன், கண்டிப்பான முறையில் செய்வேன். വീട്ടുകാരങ്ങളുള്ള ഒരു പിന്തുണ എങ്ങനെയുണ്ട്? வீட்டுக்காரங்களோட பிந்துணை 100% இருக்கு. ஏன்னு கேட்டால் வார்டில் நின்று ஜெயிச்சு இவ்வளோ விஷயங்களை பண்ணும்போது ப்ளோக்லையும் இவ்வளால முடியும் அப்படின்ற நம்பிக்கை அவங்களுக்கு இருக்கு. அதனால 100% சப்போர்ட் என்னோட ஃபேமிலியில இருக்கு. പ്രചരണ പരിപാടിയൊക്കെ എവിടെ വരെ തീരാറായോ? ஒரு ரவுண்டு எல்லா இடத்துலையும் போய் வந்துட்டோம். ஒரு ரவுண்டு போயிருந்து இனியும் போக வேண்டி இருக்கு. கண்டிப்பான முறையில் போகணும். இந்த போகிற இடத்துல எல்லாம் மக்கள் ഏറ്റവും കൂടുതൽ என்ன செய்யணும்னு எதிர்பார்க்குறாங்க? போகிற இடங்களில் வந்துட்டு என்ன செய்யணுன்றாங்கன்னா ரோடு வசதி சுத்தமாக இல்லை. இந்த பார்வதியை போல டிவிஷன்கள்லாம் தீவு மாதிரி இருக்குது அந்த ஏரியா. அங்கே வந்து ரோடு வசதி இல்லை. ஸ்ட்ரீட் லைட்டு சுத்தமாக இல்லை அங்கே. பின்ன கொஞ்சம் வீடுகள் போகும்போது மெடிக்கல் சம்மந்தப்பட்ட எந்த ஒரு விஷயமும் அவங்களுக்கு போய் சேர்றதில்லை. அதையும் நான் உறுதி கொடுத்துட்டு வந்திருக்கேன். என்னால் அதை பண்ண முடியும் அப்படின்னு சொல்லிட்டு நான் அதையும் உறுதி கொடுத்துட்டு வந்திருக்கேன். கண்டிப்பாக செய்வேன். ഈ പ്രാവശ്യം 100% വിജയം കൈവരിക്കുമെന്നാണ് പറയുന്നത്. கண்டிப்பாக LDF ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നാർ ഡിവിഷനിൽ കണ്ടിപ്പാன മുറയിൽ വരും. ഏതായാലും LDF ഈ തവണ UDF-ന്റെ സിറ്റിംഗ് സീറ്റ്
100% വിജയത്തോടെ കൈവരിക്കുമെന്നാണ് റീന മുത്തുകുമാറിന്റെ ഒരു പ്രതീക്ഷയുള്ളത്. ഏതായാലും ആ പ്രതീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, തലശ്ശേരി അതിരൂപതയുടെ സംരംഭം, കുന്നോത്ത്, ഇരിട്ടി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് TV. ഹ്യൂറിക്സോ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ TV. 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി, ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ട് ഹ്യൂറിക്സ് ഗൂഗിൾ TV. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള TV ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ TV by CJ സ്മാർട്ട്. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് ഹ്യൂറിക്സ് ഗൂഗിൾ TV by CJ സ്മാർട്ട്. ആത്മവിശ്വാസത്തോടെ മുന്നേറാം ഹെയറോക്രാഫ്റ്റിനോടൊപ്പം. ഹെയറോക്രാഫ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എക്സ്പേർട്സ്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. കോൾ 9188606060. സദേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. സൂപ്പർ പസഫിക് ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, a BSE listed NBFC. KSFയുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. മിസ്റ്റർ മേഡ്സ് കാസു ഫ്രം സ്കാസൻ ഇന്ത്യ. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. വാർത്തകൾ തുടരുന്നു. മുനമ്പം ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിക്കുന്നതിനെതിരെ കോട്ടപ്പുറം രൂപത പ്രസ്റ്റ് കൗൺസിൽ സെക്രട്ടറി ഫാദർ ഫ്രാൻസിസ് താണിയത്ത് ഹൈക്കോടതിയിൽ വാദം നടക്കുകയാണ്. അതിനു മുൻപ് സമരം അവസാനിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സമരം അവസാനിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് നാടകമാണെന്നും ഫാദർ ഫ്രാൻസിസ് താണിയത്ത് പറഞ്ഞു. എന്നാണ് ഈ സംരക്ഷണ സമിതി ഉണ്ടായത്? ഇവർക്ക് എന്ത് അവകാശം ഇപ്പം ഈ സമരം നിർത്താനായിട്ട്? ആരാണ് ഇതിന് അധികാരം അവർക്ക് കൊടുത്തത്? ഇത് കേവലം ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് എനിക്കും സാധാരണ അന്നം ഭക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുക. ഒരു പ്രത്യേക സംഘം അവിടെ വന്നു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്ത് തന്നെയാണ്? ഇതൊരു അധിനിവേശമാണ് യഥാർത്ഥത്തിൽ. സാധാരണക്കാരുടെ അവകാശങ്ങളിൽ മേലുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണെന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉത്തർപ്രദേശിൽ കുട്ടികളുടെ മുഖത്തടിച്ച അധ്യാപിക. ഉത്തർപ്രദേശിലെ ഭലുവാഹിനിയിലെ LBS പബ്ലിക് സ്കൂളിലാണ് സംഭവം. പാഠങ്ങൾ എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് കുട്ടികളുടെ മുഖത്ത് അധ്യാപിക അടിക്കുന്നത്. സംഭവം പുറത്തറിഞ്ഞതിന് പിന്നാലെ കുട്ടികളുടെ മാതാപിതാക്കൾ സ്കൂളിലെത്തി പ്രതിഷേധിച്ചു. സംഭവത്തിന്റെ വീഡിയോ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. 2.5 ലക്ഷത്തിന് മേലെ ആളുകളാണ് വീഡിയോ കണ്ടത്. ഇതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിഷയം പരിശോധിക്കുമെന്ന് അറിയിച്ചു. സ്കൂളിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഡൽഹിയിൽ കെട്ടിടത്തിന് തീപിടിച്ച് 4 മരണം.
4 നില കെട്ടിടത്തിനാണ് തീപിടിച്ചത്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. സൗത്ത് ഡൽഹിയിലെ ടിഗ്രി എക്സ്റ്റൻഷനിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമായതായി അധികൃതർ അറിയിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കെട്ടിടത്തിന് താഴെയുള്ള ചെരുപ്പ് കടയിലാണ് ആദ്യം തീ പടർന്നത്. രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്നാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അസം, ബംഗാൾ രാജ്ഭവനുകളുടെ പേര് മാറ്റി വിജ്ഞാപനം പുറത്തിറക്കി. മറ്റ് സംസ്ഥാനങ്ങളിലും ഉടൻ നടപ്പാക്കും. രാജ്ഭവൻ എന്നത് കൊളോണിയൽ സ്വാധീനമുള്ള പേരെന്ന് വിലയിരുത്തിയാണ് ഈ മാറ്റം. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കം. ഡിസംബർ 19 വരെയാണ് സമ്മേളനം. നിർണായക പ്രാധാന്യമുള്ള 12 ബില്ലുകൾ സമ്മേളന കാലയളവിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് വിവരം. ആണവ വൈദ്യുതി പദ്ധതികളിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുന്ന ആണവോർജ്ജ ബില്ലാണ് ഇതിൽ പ്രധാനം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും ലേബർ കോഡും ഉയർത്തി പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധമുയർത്തിയേക്കും. സമ്മേളന കാലയളവിൽ പ്രതിപക്ഷം സ്വീകരിക്കേണ്ട നിലപാടുകൾക്കായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ചേംബറിൽ നാളെ യോഗം ചേരും. തിരുവനന്തപുരത്ത് പൊതുവിതരണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ കടന്നുകയറി മുൻഗണനാ വ്യാജ റേഷൻ കാർഡുകൾ നിർമ്മിച്ച കേസിലെ പ്രധാന പ്രതി പിടിയിൽ. ഭീമാപ്പള്ളി സ്വദേശി ഹസീബ് ഖാനെയാണ് വഞ്ചിയൂർ പോലീസ് പിടികൂടിയത്. കമ്പ്യൂട്ടർ സെന്റർ നടത്തുന്ന ഹസീബ് ഖാൻ വ്യാജ കാർഡുകൾ തയ്യാറാക്കി പ്രിന്റ് എടുത്ത് നൽകിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കേസിൽ ഭീമാപ്പള്ളിയിലെ റേഷൻ കട ലൈസൻസി സഹദ് ഖാനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പലർക്കും ഹസീബ് കാർഡുകൾ വ്യാജമായി തയ്യാറാക്കി നൽകിയിരുന്നു എന്നാണ് സൂചന. കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്. ക്രിസ്മസ് പുതുവത്സര അവധിക്കായി നാട്ടിലേക്ക് എത്തുന്ന മലയാളികൾക്ക് തിരിച്ചടിയായി വിമാന ടിക്കറ്റുകളുടെ നിരക്ക്. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും മുംബൈയിൽ നിന്നും വിമാന കമ്പനികൾ വൻ തുകയാണ് ഈടാക്കുന്നത്. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സാധാരണ ദിവസങ്ങളിൽ 7000 രൂപയുള്ള ടിക്കറ്റിന് ക്രിസ്മസിനോട് അടുക്കുമ്പോൾ 16000 രൂപയിലധികമാണ് ഉയർത്തിയിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സാധാരണ ദിവസങ്ങളിൽ 4000 രൂപയാണ്. ക്രിസ്മസിനോട് അടുക്കുമ്പോൾ അത് 12000 രൂപയിലധികം രൂപയാണ് ഉയർത്തിയിരിക്കുന്നത്. കോഴിക്കോടേക്കും കൊച്ചിയിലേക്കുമുള്ള ടിക്കറ്റ് നിരക്കിന്റെ അവസ്ഥയും സമാനമാണ്. യാത്രക്കാർ കൂടുതൽ ആശ്രയിക്കുന്ന ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്തതും തിരിച്ചടിയാണ്. എല്ലാ ട്രെയിനുകളുടെയും സീറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ സാഹചര്യമാണ് നിലവിലുള്ളത്. വിമാന ടിക്കറ്റുകളുടെ നിരക്ക് ഇനിയും ഉയർന്നേക്കാനാണ് സാധ്യത. പാലക്കാട് മലമ്പുഴയിൽ സ്കൂൾ മതിലിന് മുകളിൽ പുലി. നാട്ടുകാരാണ് പുലിയെ കണ്ടെത്തിയത്. വനംവകുപ്പും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. തൃശൂർ ആവണശ്ശേരിയിൽ മരക്കമ്പനിയിലുണ്ടായ തീപിടുത്തം തൃശൂർ അഗ്നിരക്ഷാസേന എത്തി നിയന്ത്രണ വിധേയമാക്കി. ആനക്കല്ല് സ്വദേശി ബെന്നിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെയോടെയാണ് തീപിടുത്തമുണ്ടായത്. കോഴിക്കോട് ലോറികൾ കൂട്ടിയിടിച്ച അപകടം. കൊയിലാണ്ടി പാലക്കുളത്താണ് 2 ചരക്ക് ലോറികളും മീൻ ലോറിയും കൂട്ടിയിടിച്ച അപകടമുണ്ടായിരിക്കുന്നത്. കൊയിലാണ്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന ചരക്ക് ലോറി എതിർദിശയിൽ വരികയായിരുന്ന മീൻ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് മീൻ ലോറിയുടെ പുറകിലുണ്ടായിരുന്ന മറ്റൊരു ചരക്ക് ലോറിയിലും ഇടിച്ചു. അപകടത്തിൽ രാജസ്ഥാൻ സ്വദേശിയായ ഡ്രൈവർക്ക് പരിക്കേറ്റു. കൊല്ലം കുണ്ടറയിൽ ലോഡ്ജിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടറ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിമൺ സ്വദേശി ക്യാപ്റ്റൻ ജോസ് എന്നറിയപ്പെടുന്ന ജോസ് ആണ് മരിച്ചത്. കുടുംബത്തിൽ നിന്നും മാറി ബംഗളൂരുവിലായിരുന്നു ജോസ് താമസം. 2 ദിവസം മുൻപാണ് ലോഡ്ജിൽ മുറിയെടുത്തത്. മരണകാരണം വ്യക്തമല്ല.
പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ദേശീയപാത തൃശൂർ നെല്ലയിലിൽ കാർ ഇടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. നെല്ലായി പന്തല്ലൂർ സ്വദേശി കൊച്ചുമോനാണ് മരിച്ചത്. എയർപോർട്ടിൽ നിന്നും വന്ന ഇന്നോവ കാറാണ് ഇടിച്ചത്. ഉടനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ദേശീയപാതയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. നെല്ലായി പന്തല്ലൂർ സ്വദേശി കൊച്ചുമോനാണ് മരിച്ചത്. എയർപോർട്ടിൽ നിന്നും വന്ന ഇന്നോവ കാർ ഇടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിരിക്കുന്നത്. കാറും സൈക്കിളും കൂട്ടിയിടിച്ചാണ് ഒരു അപകടമുണ്ടായിരിക്കുന്നത്. അപകടത്തിൽ സൈക്കിൾ യാത്രികൻ മരിച്ചു. നെല്ലായി പന്തല്ലൂർ സ്വദേശി കൊച്ചുമോനാണ് മരിച്ചത്. എയർപോർട്ടിൽ നിന്നും വന്ന ഇന്നോവ കാർ ഇടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. സൈക്കിൾ യാത്രികനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിരിക്കുന്നത്. കാർ ഇടിച്ച് സൈക്കിൾ യാത്രികനാണ് മരിച്ചത്. നെല്ലായി പന്തല്ലൂർ സ്വദേശി കൊച്ചുമോനാണ് മരിച്ചത്. എയർപോർട്ടിൽ നിന്നും വന്ന ഇന്നോവ കാറാണ് ഇടിച്ച് അപകടമുണ്ടായത്. സൈക്കിൾ യാത്രികനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്വകാര്യ ലബോറട്ടറിയിൽ എത്തിയ ഒരു വയസ്സുകാരന്റെ കൈവിരൽ ഡോറുകൾക്കിടയിൽ കുടുങ്ങി. കാട്ടാക്കട സ്വദേശി വിചിത്രയുടെ മകൻ ധ്യാന്റെ കൈയാണ് ഗ്ലാസ് ഡോറിനിടയിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സ് സംഘം എത്തി ഡോറിനോട് ചേർന്നുള്ള ഭിത്തി പൊളിച്ചാണ് കുഞ്ഞിന്റെ കൈവിരൽ പുറത്തെടുത്തത്. തുടർന്ന് കുട്ടിയെ SAT ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. ഇങ്ങോട്ട് നീക്കി കൊടുവാനേ ജൈവകൃഷിയുടെ അനുഭവ പാഠങ്ങൾ പഠിച്ച് ഇടമലക്കുടി ട്രൈബൽ LP സ്കൂളിലെ കുരുന്നുകളുടെ പച്ചക്കറി കൃഷി. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളുടെ അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിന്റെ പരിസരത്ത് ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. സ്കൂളിൽ നിന്നും കിട്ടിയ കൃഷിപ്പാടങ്ങളിൽ നിന്നും കുട്ടികൾ ഇപ്പോൾ വീടുകളിലും അടുക്കളത്തോട്ടങ്ങളും പരിപാലിക്കുന്നുണ്ട്. ധാരാളം കൃഷികളൊക്കെ നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എങ്കിൽ പോലും മൃഗങ്ങളുടെ ശല്യം ഞങ്ങളെ നിരന്തരമായി വേട്ടയാടുന്നുണ്ട്. എങ്കിലും ഫെൻസിംഗ് ഒക്കെ കെട്ടി ഈ കൃഷിയെ എങ്ങനെയും രക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹവും താല്പര്യവും. ഹൈറേഞ്ചിന്റെ കാർഷിക വിദ്യാലയം എന്നറിയപ്പെടുന്ന രാജക്കാട് പഴയവിടുതി UP സ്കൂളിലെ അധ്യാപകനായിരുന്ന ഷിബു KV ഇടമലക്കുടി സ്കൂളിൽ പ്രധാന അധ്യാപകനായ ചുമതലയേറ്റതിനു ശേഷമാണ് കുട്ടികൾക്കൊപ്പം നിന്ന് അവരിലൊരാളായി പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലേക്കും അവരെ കൈപിടിച്ച് നടത്തി തുടങ്ങിയത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടവും മറ്റു പ്രവർത്തനങ്ങളും അതിന് മാതൃകയാണ്. ഇതോടൊപ്പമാണ് ജൈവ കൃഷിയും നടത്തി വരുന്നത്. പയറ്, തക്കാളി, പച്ചമുളക്, വഴുതന, വെണ്ട തുടങ്ങി വിവിധയിനം പച്ചക്കറികളാണ് ഇവിടെ നട്ടുപരിപാലിക്കുന്നത്. ജൈവ കൃഷി എന്നത് മാത്രമല്ല, ശാസ്ത്രീയമായ കൃഷിയിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും സ്കൂളിലെ പച്ചക്കറി കൃഷിക്ക് പിന്നിലുണ്ട്. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി ട്രൈബൽ LP സ്കൂളിൽ ആദ്യമായാണ് പച്ചക്കറി കൃഷി ആരംഭിക്കുന്നത്. അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക സംസ്കാരത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലുകളാണ് ഞങ്ങൾ ഈ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലുപരി
വിഷരഹിതമായ പച്ചക്കറി എനിക്കും എൻ്റെ സ്കൂളിനും എനിക്കും എൻ്റെ നാടിനും എന്ന മുദ്രാവാക്യത്തിലൂന്നിയുള്ള ഒരു പരിശീലനമാണ് ഞങ്ങളിവിടെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നാട്ടുകാരുടെ വളരെയധികം സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. എൻ്റെ സഹപ്രവർത്തകരെല്ലാം നല്ല സഹകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വിജയം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. സ്കൂളിൽ കുട്ടികൾ നടത്തുന്ന പച്ചക്കറി കൃഷിക്കും പിന്തുണയും വേണ്ട സഹായങ്ങളും നൽകി കൃഷി വകുപ്പും ഒപ്പമുണ്ട്. സ്കൂളിൽ മാത്രമല്ല, സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ എല്ലാ വീടുകളിലും ജൈവ കൃഷി എത്തുകയും ഒപ്പം എല്ലാവരിലേക്കും ശാസ്ത്രീയ കൃഷി രീതിയിലൂടെ അറിവുകൾ പകർന്നു നൽകുകയെന്ന വലിയ ലക്ഷ്യവും മുൻനിർത്തിയാണ് സ്കൂളിലെ കുട്ടികളുടെ പച്ചക്കറി കൃഷി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലി കൊളുക്കുമലയിലേക്ക് നിരവധി സഞ്ചാരികളാണ് ദിനം തോറും എത്തുന്നത്. കൊളുക്കുമലയിലേക്ക് പോകുന്ന വഴി മൂന്നാർ അഡ്വഞ്ചർ ടീം നടത്തുന്ന 2 പേർക്ക് സഞ്ചരിക്കാവുന്ന സിപ്പ് ലൈൻ ഉണ്ട്. സിപ്പ് ലൈനും അവിടുത്തെ സാഹസിക അനുഭവങ്ങളും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ടർ ബിനീഷ് ആന്റണി അങ്ങോട്ട് പോയിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. ഞാൻ നിൽക്കുന്ന ഈ മനോഹരമായ സ്ഥലം എവിടെയെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത്. മൂന്നാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സൂര്യനെല്ലിയിലെ കൊളുക്കുമല സന്ദർശിക്കാതെ ആരും പോകാറില്ല. ഈ കൊളുക്കുമല സന്ദർശനത്തിനായി പോകുമ്പോൾ ഈ വഴിയിലാണ് ഡ്യുവൽ സിപ്പ് ലൈൻ ഉള്ളത്. യുവാക്കളാണ് ഈ ഡ്യുവൽ സിപ്പ് ലൈൻ നടത്തുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചാൽ. ഡ്യുവൽ സിപ്പിന്റെ ടിക്കറ്റ് കൗണ്ടർ ആണല്ലേ? എങ്ങനെ ടിക്കറ്റ്? ഇവിടെ 500 രൂപയുള്ളൂ ടിക്കറ്റിന് ഒരാൾക്ക്. നമുക്ക് 2 പേർക്കായിട്ട് പോവാം. കുട്ടികൾ ഉണ്ടെങ്കിൽ 20 കിലോയ്ക്ക് താഴെയാണെങ്കിൽ മാത്രം 250 ചാർജ് ചെയ്യുന്നുണ്ട്. 3 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ സഹിതം പോകാൻ പറ്റും. ഈ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ ഉണ്ടല്ലോ, അപ്പോൾ നിരവധി ആൾക്കാർ വരുന്നുണ്ടോ അവിടെ? അങ്ങനെ നമുക്ക് കൊളുക്കുമലയിലേക്കുള്ള ഗസ്റ്റുകളാണ് കൂടുതലും ഇവിടെ വരുന്നത്. പിന്നെ OBTs ഒക്കെ വരുന്നത് മാത്രമേ വരാറുള്ളൂ.